വിധുചേട്ടന്റെയും എന്റെയും ബക്രു ചേട്ടന്റെയൊക്കെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഒരാളായിട്ടുള്ള രമേശ് ചേട്ടൻ വിഷാരടി. രമേശ് ചേട്ടൻ പാരലൽ യൂണിവേഴ്സിൽ ഒരു ബ്രദറാണ്. അതെ, അത്യുന്നതങ്ങളിലുള്ള ദൈവത്തിന് മഹത്വം, സന്മനസ്സുള്ളവർക്ക് സമാധാനം. പ്രിയ കുഞ്ഞുങ്ങളെ, പ്രിയ സഹോദരികളെ, പ്രിയ സഹോദരന്മാരെ, ഇന്ന് ഈ പുണ്യവേദിയിൽ ഒരുപാട് അത്ഭുത പ്രവർത്തനങ്ങൾ നടക്കാൻ പോവുകയാണ്. അതിന്റെ പ്രാർത്ഥനയിലേക്ക് നമ്മളെല്ലാവരും കടക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഈ പ്രാർത്ഥന നടന്നപ്പോൾ കൂനമ്മാവിലുള്ള ഒരു 42-കാരനായ ധർമ്മജൻ എന്ന യുവാവ് വരികയും അദ്ദേഹത്തിന്റെ പ്രശ്നമായ അദ്ദേഹത്തിന്റെ കോമഡികളൊന്നും വിജയിക്കില്ല എന്നൊരു കാര്യം ഇവിടെ പറയുകയുണ്ടായി. നമ്മളോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കുചേർന്നതിന് ശേഷം അദ്ദേഹം 16 വർഷങ്ങൾക്ക് ശേഷം ഈ കാണുന്ന 2000-ഓളം വരുന്ന കാണികളെ സാക്ഷിയാക്കിക്കൊണ്ട് അദ്ദേഹം ഒരു കോമഡി പറയുകയും ആ കോമഡിയിൽ വലിയ വിജയമാവുകയും ചെയ്തു. ഇതൊക്കെ നമ്മുടെ പ്രാർത്ഥനയുടെ മാത്രം ഗുണമാണ്. കുറെ നാളുകൾക്ക് ശേഷം നമ്മുടെ ഗിന്നസ് ബക്രു ചേട്ടന്റെ ട്രെയിൻ വീണ്ടും സ്റ്റാർട്ടായി. ഒരുപാട് നാളായിട്ട് വീണ്ടും വീണ്ടും കിടന്ന് പുഴുത്തുകൊണ്ടിരുന്ന വിധു പ്രതാപിന്റെ കൗണ്ടറുകൾ വീണ്ടും വിജയിച്ചു തുടങ്ങി. ഒരിക്കലും അടങ്ങില്ലെന്ന് കണ്ടിരുന്ന എലീനെ വീണ്ടും അടക്കവും ഒതുക്കവും പഠിച്ചു. ഇതൊക്കെ നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. ഇരു കൈകളും മുകളിലേക്ക് ഉയർത്തി കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. രമേശ് ചേട്ടന്റെ ഒരു സംസാരം കൊണ്ട് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന